ഫോണത്തെ അത് പറയും. ഇവര് 30 ദിവസമല്ല നിങ്ങൾ റോഡ് ട്രിപ്പ് അടിച്ച 30 ദിവസത്തില് കാനഡയിലുള്ള 10 പ്രോവിൻസ് 10 സ്റ്റേറ്റ് ഇവര് കണ്ട് റോഡ് ട്രിപ്പ് അടിച്ച് ഓരോ ഇവരെ സ്റ്റോറി കാണുന്നത് നാസിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയാലും ഉണ്ടാകും. അതിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ കാണും ഫുള്ള് ഓരോ ദിവസത്തെ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വേറെ തന്നെ ഒരു ലൈഫായിരുന്നു. എന്നിട്ട് അവസാനത്തെ ദിവസം ഞങ്ങൾ BC ക്രോസ് ചെയ്തു. അവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഹോട്ട് സ്പ്രിംഗിൽ പോയി. ഞാൻ ഈ വെള്ളത്തിലൊക്കെ മുക്കി വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ടൈപ്പ്. ഞാൻ ഫോൺ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ചാടി. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ ഓൺ ആവുന്നില്ല. അപ്പോ ചെറിയ സീൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ BCയിൽ എത്തിയതിനു ശേഷം വാൻകൂവറിൽ ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് റീസെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നല്ല ഫോണാണുള്ളൂ. ഞങ്ങൾ ശരി. എന്നിട്ട് അപ്പൊ അന്നെനിക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 2 കളിച്ച് റീസെറ്റ് ചെയ്തു. ഡാറ്റ മൊത്തം പോയി. അൻസാറിന്റെ ഫോണിലേക്ക് അവൻ കുറച്ച് എയർ ഡ്രോപ്പ് ചെയ്ത് ഇടക്കിടക്ക് അതൊക്കെ കിട്ടി. എന്നിട്ട് ഈ ഫോണിന്റെ കോമഡി വെച്ചാൽ ഫോണ് പിന്നെ ഞങ്ങളിത് ഈ റീസെറ്റ് ചെയ്തിട്ട് സംഭവം ഓൺ ആയില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഹാഫില് പറഞ്ഞു ഇത് വെറുതെ അരിയിൽ വെച്ചോ, എന്തായാലും ഫോൺ പോയി. അരിയിൽ വെച്ചു വെറുതെ അവരുടെ റൂമില്. 7 ദിവസം കഴിഞ്ഞപ്പോ സാധനം ഓണായി. ആപ്പിൾ സ്പെഷ്യലിസ്റ്റിനേക്കാളും സ്കിൽസ്. ആ ഫോൺ ഇപ്പോഴും എന്നിട്ട് എന്റെ അനി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. കൊറേ വീഡിയോയിലുണ്ട് മറ്റേ ഇത് വെള്ളത്തില് വീണാല് അരിയിൽ കഴിഞ്ഞിട്ട് ഓണാക്കിയാൽ മതി എന്നൊക്കെ. ശരിയാ. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവര് പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പിൾ സ്റ്റോറൊന്നും പറഞ്ഞിട്ടില്ല. അരിയിലൊക്കെ സ്റ്റാൻഡർഡൈസേഷന് ബാധിക്കും. ശരിയാ.